ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബീഫ് പുലർത്താണ്. അന്നേരം നമ്മളിതൊരു കേരള സ്റ്റൈലിൽ ചെയ്യുന്നത്. കേരള സ്റ്റൈൽ എന്നല്ല തന്നെ നമ്മുടെ സ്റ്റൈലിൽ ചെയ്യുന്നത്. ഓക്കെ, വീട്ടിലോട്ട് പോകുമ്പോ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കുക്കറിൻ്റെ അകത്തോട്ട് നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോഴല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ വിറകടുപ്പ് ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കി വരുമ്പം ഒരു 1-2 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത്, കുക്കറിനകത്ത് ഉണ്ടാക്കുന്നത്. അന്നേരം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞളും മുളകും ഉപ്പും കൂടെ മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ പച്ചമുളകും കൂടെ, പിന്നെ കുറച്ച് വെള്ളം നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒട്ടുമില്ല, പിഴിഞ്ഞ ബീഫ് എടുത്ത് അന്നേരം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെള്ളം ഒത്തുനിന്ന് ഇറങ്ങിക്കോളും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് അടച്ചങ്ങ് വെക്കുക. അന്നേരം തീ അങ്ങോട്ട് കത്തിച്ചിട്ട് നമ്മുടെ കുക്കർ അങ്ങോട്ട് വെക്കാം. അന്നേരം ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ടില്ല. സാധാരണ ഞാൻ നേരത്തെയൊക്കെ കുക്ക് ചെയ്യുമ്പം നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും കടലക്കറി ഉണ്ടാക്കുമ്പോഴും എന്ത് നമ്മൾ കുക്കറി വെച്ചാലും ഈ കറിവേപ്പിലയും പച്ചമുളക് സവാള ഇതൊക്കെ ചേർത്ത് നമ്മൾ വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നല്ലൊരു അപകടം ഉണ്ടായി. ഇതുപോലത്തെ ഒരു കുക്കർ, ഇതാണ്ട് 3-ന്റെ കുക്കറാണ്, 5-ന്റെ ഒരു കുക്കർ സംഭവം പൊട്ടിത്തെറിച്ച്. അന്നേരം എൻ്റെ അന്ന് തൊട്ടുള്ളൊരു വിശ്വാസം എന്നാ വെച്ചാൽ, ഈ കറിവേപ്പില അതിനകത്തിടുന്ന അതിന്റെ എയർ വരുന്ന ആ സ്ഥലമേ അടഞ്ഞു പോകാൻ സാധ്യത കൂടുതല. അതുകൊണ്ട് അങ്ങനെ അപകടം ഉണ്ടായതാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കുക്കറിൻ്റെ അകത്ത് എണ്ണ ഉണ്ടാക്കിയാലും കറിവേപ്പില ഇട്ട് ഞാൻ ബോയിൽ ചെയ്യത്തില്ല. അതാണ് കറിവേപ്പിലേക്ക് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ ഇവത്തെ കിട്ടും. പക്ഷെ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് കറിവേപ്പില അതുപോലെ സാധനങ്ങൾ. അന്നേരം അങ്ങനെ കുക്ക് ചെയ്യുന്നവരുണ്ടേ, നിങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കുക്കറിൻ്റെ അകത്ത് കഴിവതും കറിവേപ്പില ഇട്ട് കുക്ക് ചെയ്യാതിരിക്കുക കേട്ടോ. അതിന് ശേഷം താളിക്കുന്ന സമയത്ത് കറിവേപ്പില ഇട്ടാൽ മതി. ഓക്കെ, നമ്മുടെ ഇത് വേകട്ടെ. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി പരിപാടിയിലിട്ട് കിടക്കാം. വെള്ളമെല്ലാം ഒന്ന് പറ്റിക്കോട്ടെ. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ മുടിഞ്ഞ വില കാരണം വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഉപയോഗിക്കാതെ വീട്ടിൽ മൊത്തം പാം ഓയിലിലോട്ട് മാറ്റി. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമ്മുടെ അവിയലോ അതുപോലെ സാധനമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. എണ്ണ അങ്ങോട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് സെറ്റായിക്കോട്ടെ. ആ സമയത്ത് തന്നെ നമ്മുടെ തേങ്ങ കൊത്തി വെച്ചത് അതൊന്ന് റെഡി ആയിക്കൂടെ. ആ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, നമ്മുടെ കറിവേപ്പില സാധനം ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടെല്ലാം മൂക്കണം. ഇതെല്ലാം മൂക്കേണ്ട സാധനങ്ങളാണല്ലോ, അതുകൊണ്ടെല്ലാം ചെറുതായിട്ട് മൂത്തോടെ. ഇനി നമ്മുടെ ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരു സവോളയുടെ കൊടുത്ത് കൂടെ അങ്ങ് വഴറ്റാം. ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ബീഫിനകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു. ബീഫിനകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അത് ചേർത്താൽ മതിയല്ലോ. നമ്മുടെ ആയി വരുന്നുണ്ട്. നമ്മുടെ സവോളയും ഇതുമെല്ലാം വഴറ്റി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇതെല്ലാം മൂത്തിട്ടുമുണ്ട് സാധനങ്ങളെല്ലാം. നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്തില്ലായിരുന്നു വെന്തപ്പോഴേ, അതുകൊണ്ടൊരു
2.5 സ്പൂൺ. നമുക്ക് മുളക് പൊടി, അതിൻ്റെ 2 മുളക് പൊടി ചേർത്തുകൊണ്ട് നമുക്ക് മുളക് പൊടി ഇച്ചിരി കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഈ എടുത്തേക്കുന്നത് ഒന്ന് മീറ്റ് മസാലയും ഒന്ന് ഗരം മസാലയാണ്. ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നത്. മസാല ഒന്ന് നല്ലതായിട്ട് മൂത്തോട്ടെ. ഇപ്പം തന്നെ മസാലയുടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം മസാലയെല്ലാം നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. നമ്മുടെ ബീഫിൻ്റെ ഇതൊന്ന് നോക്കട്ടെ. ബീഫും വെന്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത്തിരി സ്റ്റൗ വേണ്ടേ, തീ വെള്ളം പെട്ടെന്ന് വലിഞ്ഞങ്ങ് പോകും. അങ്ങനൊരു ഇതുണ്ട്, സംഭവം ഉണ്ട്. തീ ഇച്ചിരി കുറച്ച് നോക്കട്ടെ, ചെറിയ തീയിൽ നിന്ന് വേട്ടെ. കേട്ടോ, അത് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ, നല്ല മണം. എനിക്കിതിന് ഭയങ്കര തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. ചോറിന്റെ കൂടെ നല്ല കുത്തിരി ചോറിന്റെ കൂടെ ഇട്ടൊരു ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് കഴിച്ചു പോണ. ഒരു കഷ്ണം എടുത്തട്ടെ. വലുതായി ചൂടാ. സൂപ്പർ. നമ്മളെ റെഡി ആയിട്ടുണ്ട് സാധനം കേട്ടോ. ഇത് കഴിച്ചാൽ മതി കേട്ടോ. സെറ്റപ്പല്ലേ.